ഇപ്പൊ ജയ്ഷെ മുഹമ്മദിന്റെ ഒരു സബ്സിഡിയറിയാണ് ഇവിടെ ഹരിയാനയിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ ജയ്ഷെ മുഹമ്മദിന്റെ വേരുകൾ തേടി ബഹാവൽപൂരിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ബുറിഡ്കയിലേക്ക് പോകേണ്ടി വരും. അത് പാകിസ്ഥാൻ മണ്ണിലാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിപ്പുറമാണ് നമ്മുടെ രാജ്യ തലസ്ഥാനം ഇതുപോലെ ഒരു ഭീകരാക്രമണത്തിന് ഇരയാവുന്നത്. പൊതുസ്ഥലങ്ങളിലെ ഭീകരാക്രമണങ്ങൾക്ക് കുറവുണ്ടായിരുന്നു സമീപകാലത്തായി. പക്ഷെ അത് വീണ്ടും തലപൊക്കുകയാണോ എന്ന ആശങ്കയിലേക്ക്, ആ തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റിയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ പോകേണ്ടി വരുമോ? ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ സസ്പെക്ട് അയാളൊരു ഡോക്ടറാണ്, അറസ്റ്റിലായിരിക്കുന്ന 2 പേർ ഡോക്ടർമാരാണ്, ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വനിതാ ഡോക്ടറാണ്. അപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയ പ്രൊഫഷണൽസ് ആണ്. വൈറ്റ് കോളർ ടെററിസം എന്ന് വിളിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇൻഡോക്ട്രിനേഷൻ വേറെ ലെവലിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത് കൂടുതൽ ആശങ്കയിലേക്ക് രാജ്യത്തെ നയിക്കുകയാണോ? തീർച്ചയായും ആശങ്കപ്പെടാൻ തീർച്ചയായും അവസരമായിരിക്കുന്നു. വൈറ്റ് കോളർ ടെററിസം അതൊരു പുതിയൊരു കോൺസെപ്റ്റാണ്. വൈറ്റ് കോളർ തീർത്തും പുതിയത് എന്ന് പറയാനും ആവില്ല. കാരണം 9/11/2001 അത് ടെക്നോക്രാറ്റുകൾ കൂടിയായ പൈലറ്റ്സ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അമേരിക്കയുടെ മണ്ണിൽ ഭീകരതയുടെ വിത്തുകൾ വിതച്ച് നേട്ടം കൊയ്യാൻ ശ്രമിച്ചത്. സമാനമായ രീതിയിൽ ഇവിടെ ഡോക്ടേഴ്സ് ആർ ഇൻവോൾവ്. അപ്പോൾ ഈ ഡോക്ടേഴ്സിനെയും ഹൈലി സ്കിൽഡ് പ്രൊഫഷണലുകളെയും അധ്യാപകരെയും എല്ലാം അണിചേർത്തുകൊണ്ട് ഭീകരതയുടെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയും അതിന് കുറച്ചുകൂടി ഒരു ഡെപ്ത് കൊടുക്കുന്ന ഒരു കാഴ്ച കാണുന്നു. ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആശങ്കാജനകമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ശ്രീ അഭിലാഷ്, ഇന്ത്യയുടെ ഒരു കർശനമായ കൃത്യമായ ഒരു മെസ്സേജ് പാകിസ്ഥാനും മറ്റ് ലോകരാജ്യങ്ങൾക്കും കൊടുക്കുകയാണ്. അതിർത്തി കടന്നു വരുന്ന ഭീകരവാദം ഞങ്ങളിനിയും ക്ഷമിക്കില്ല, സഹിക്കില്ല. അത് യുദ്ധമായി തന്നെ കണ്ടുകൊണ്ട് ആരാണോ ഇതിന് പിന്നിൽ അത് ആ രാജ്യവുമായി നിരന്തരം ബലപ്രയോഗത്തിലേക്ക് കലാശിക്കും എന്ന ഒരു വാർണിംഗ് ഇന്ത്യ കൊടുത്തു. അത് കൃത്യമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പുൽവാമ ആക്രമണത്തിന് ശേഷം കൃത്യമായ ബാലാക്കോട്ട് പ്രത്യാക്രമണമുണ്ടായി. അതുപോലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ, ബുറിഡ്കയിലെയും ബഹാവൽപൂരിലെയും എല്ലാം ലഷ്കർ ഇ തോയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും എല്ലാം ആസ്ഥാന മന്ദിരങ്ങളും അതൊക്കെ പുറമെ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ വരെ ആക്രമണ വിധേയമായത് കൃത്യമായ തിരിച്ചടിയുടെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇത് കൃത്യമായൊരു ഭീകരാക്രമണമാണ് എന്ന് ഔപചാരികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നോക്കൂ, ഇതിൻ്റെ ഒരു രീതിശാസ്ത്രം നോക്കൂ. കഴിഞ്ഞ പുൽവാമ ആക്രമണം, അതായത് നേരത്തെ നടന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷം തിടുക്കത്തിൽ ഇന്ത്യ ഒരു നടപടിയിലേക്ക് എത്തിയില്ല എന്നോർക്കണം. ഏപ്രിൽ മാസം 22-ാം തീയതി നടന്ന ആ ആക്രമണത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ എടുത്തുകൊണ്ട് കൃത്യമായി ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിൻ്റെ സൂചന ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഒരു സൈനിക നടപടിയിലേക്ക് ഇന്ത്യ കടന്നത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും NIA തലവനും അതുപോലെ മറ്റ് സുരക്ഷാ ചുമതലയുള്ള വിഭാഗങ്ങളുടെ മുഖ്യ ഉദ്യോഗസ്ഥന്മാരും എല്ലാം യോഗം കൂടി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഒരു സുരക്ഷ ഹൈ ലെവൽ സെക്യൂരിറ്റി ഒരു കമ്മിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നാളെ നടക്കാനിരിക്കുന്ന ക്യാബിനറ്റ് ഉപസമിതി, മന്ത്രിസഭ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ സുരക്ഷാകാര്യ സമിതിയിൽ അത് പ്ലേസ് ചെയ്യുകയും അവിടെ വെച്ചായിരിക്കും ഔപചാരികമായ തീരുമാനങ്ങൾ എടുക്കുകയും അതിനുശേഷം നാളെ വൈകിട്ടോടുകൂടി കൃത്യമായ ഒരു സൂചന ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ടാണ് ജയ്ഷെ മുഹമ്മദാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡോക്ടർമാർ, കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചിലരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ഫരീദാബാദ് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ഒരു ചെറിയ സംഘം, ആ സംഘം ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നതിൻ്റെ ഏർലി സൂചനയും ആ സംഘവുമായി ഇപ്പോൾ ചാവേറായി പ്രവർത്തിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ I-20 ഡ്രൈവ് ചെയ്ത ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം മുൻകൂട്ടി തന്നെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തിന് കഴിയില്ല. പക്ഷേ കൃത്യമായ സൂചനകളിലേക്ക് എത്താനുള്ള സമയം ആണ് ഇപ്പോൾ വളരെ നിർണായകം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കൃത്യമായ നിഗമനങ്ങളിൽ എത്താതെ പെട്ടെന്ന് കയറി ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നത് അപക്വമായ നടപടിയായിരിക്കും. പക്ഷേ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. ഇന്ത്യയുടെ രീതിശാസ്ത്രം മാറിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ 2008 ബോംബെയിൽ ആക്രമണം
നടന്നപ്പോഴും അതിന് മുൻപ് പാർലമെന്റ് ആക്രമണം നടന്നപ്പോഴും ഒക്കെ കൃത്യമായ രീതിയിൽ ഉടനടി പ്രതികരിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അങ്ങനെയല്ലായിരുന്നു നമ്മുടെ രീതി. സഹനത്തിലൂടെ മുന്നോട്ട് പോകുക, നയതന്ത്രത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക. ഇപ്പോൾ തീർച്ചയായും ആ രീതിശാസ്ത്രം മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു തുടർ പ്രക്രിയയാണ് എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിൽ പക്ഷേ ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇന്ന് ഈ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് ആഭ്യന്തര കുറ്റവാളികളാണ്, ഭീകരവാദികളാണ്. അവർ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളുടെ ഇന്ത്യൻ റിക്രൂട്ട്സ് ആണ്. അപ്പോൾ ആ നിലയ്ക്ക് ആ ഭീകരവാദ സംഘടനകളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അവരുടെ സപ്പോർട്ട് മെക്കാനിസത്തെയും അവരുടെ സ്ലീപ്പർ സെല്ലുകളെയും അടിച്ചമർത്തുക എന്നുള്ളതിനപ്പുറത്ത് ഈ വിഷയത്തിൽ രാജ്യാന്തര അതിർത്തി കടന്നുള്ള ഒരു പ്രതികരണം നടത്തുക സാധ്യമാണോ? ഈ രാജ്യാന്തര അതിർത്തികൾ കടന്ന് വരുന്ന ആശയങ്ങളും സംഹിതകളും നിർദ്ദേശങ്ങളും പാലിക്കാൻ രാജ്യത്തിനുള്ളിലെ വിധ്വംസക ശക്തികൾ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും രാജ്യാന്തര പ്രതികരണത്തിന്റെ ഒരു അന്തരീക്ഷം ഒരുങ്ങിയിരിക്കുന്നു എന്ന് കാണാം ശ്രീ അഭിലാഷ്. അതുകൊണ്ട് ഒരു സ്ലീപ്പർ സെല്ല് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ ഇന്ത്യ വിരുദ്ധരായ ഇന്ത്യക്കാരുടെ ഒരു സ്ലീപ്പർ സെൽ എന്നതിനേക്കാൾ ആ സ്ലീപ്പർ സെല്ലിന് കൃത്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത്. ഇപ്പൊ ജയ്ഷെ മുഹമ്മദിന്റെ ഒരു സബ്സിഡിയറി ാണ് ഇവിടെ ഹരിയാനയിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ ജയ്ഷെ മുഹമ്മദിന്റെ വേരുകൾ തേടി ബഹാവൽപൂരിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ബുറിഡ്കയിലേക്ക് പോകേണ്ടി വരും. അത് പാകിസ്ഥാൻ മണ്ണിലാണ്. അതുകൊണ്ട് കൃത്യമായി ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന വിധ്വംസക ശക്തികൾ മാത്രമാണ് ഇതിനകത്ത് ഇൻവോൾവ് എന്ന് കൃത്യമായി നമുക്ക് തീരുമാനിക്കാനാവില്ല. അതുകൊണ്ട് ഒരു ഇന്റർനാഷണൽ കോൺസ്പിറസി അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ ഒരു ഡയമെൻഷൻ പൂർണ്ണമായി ഇതിനെ തള്ളിക്കളയാനുമാവില്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നത് ഒരുപക്ഷെ പ്രീമച്യൂർ ആയിരിക്കും എന്നതുകൊണ്ടാവാം കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടാൻ കേന്ദ്ര ഗവൺമെന്റ് വിസമ്മതിക്കുന്നത് അതുകൊണ്ടാവാം. ശരി.